ഷൂട്ടിംഗ് ഒക്കെ ഗീതഗോവിന്ദത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ടെലികാസ്റ്റ് ആകുമ്പോൾ അതിന്റെ ഒരു ഇതും കഴിയും. എപ്പിസോഡ് ഫുൾ കഴിയും. ഷൂട്ടിംഗ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ജോലി ഉണ്ടല്ലേ? ഷൂട്ടിംഗ് കഴിയുമ്പോഴല്ല, ഷൂട്ടിങ്ങിനോടൊപ്പം ജോലി ഉണ്ടെന്ന് പറയാം. ഓക്കെ. അപ്പം ഞാൻ ഒന്ന് നോക്കിയപ്പോ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അഭിനയത്തിന് മുമ്പേ ജോലി തുടങ്ങിയതാണ്. അല്ല, അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ജോലി കിട്ടിയത്. പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഇട്ട് ആണ്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ പാരലലി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് രണ്ടും കൂടെ? നമ്മുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാക്ടറാണ് ടൈം. അതെ അതെ. ടൈം മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ടൈം നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഓഫീസിൽ ജോലിയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കിപ്പം ഓഫീസിലെ സിറ്റുവേഷനും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനുള്ള ഏത് സമയത്ത് പോയാലും ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് ഓഫീസിൽ. അപ്പോൾ അതുകൊണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ആണെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. പിന്നെ അതോടുകൂടി ഇപ്പം നമുക്ക് ഗവൺമെൻറ് നമ്മൾ ഈ ഓഫീസ് ആക്കിയിട്ടുണ്ട്. ഈ ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ ലീവിലാണെങ്കിലും നമുക്ക് ലൊക്കേഷനിൽ ഇരുന്ന് നമ്മുടെ ഓഫീസിലെ ജോലികൾ തീർക്കാൻ പറ്റും. മൾട്ടി ടാസ്കിംഗ് ആണ് ഫുൾ ടൈം. അല്ല, അതാ പറഞ്ഞത്, നമുക്ക് ടാസ്കിങ് അല്ല, നമുക്കത് ഇഷ്ടമാണ്. നമുക്കൊരു രണ്ടും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി 2 ജോലിയും ചെയ്യാൻ പറ്റും. അപ്പം നമുക്കവിടെ സ്ട്രെസ് ഉണ്ടാവും ചില സമയത്ത്. ഇപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയും ഇമ്മീഡിയറ്റ് ഇങ്ങനത്തെ ഒരു കണക്ക് വേണം, അത് ഇത് വേണം എന്ന് പറയും. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഷോർട്ടിൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ചേട്ടാ ലൈറ്റ് പോവും ഒന്ന് പ്ലീസ് എന്ന് പറയും. പക്ഷേ അവരും സഹകരിക്കും. ഓഫീസിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചിലപ്പം നമ്മുടെ IGR മീറ്റിങ്ങിലായിരിക്കും, അല്ല മീറ്റിങ്ങിലായിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഒരു കണക്ക് വല്ലതും ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ ഷൂട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലൊക്കേഷനിലുള്ളവരും നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും.